അഭിവന്ദ്യ ഗുരുനാഥൻ കരിയേട്ടൻ, ഈ പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ശ്രീരാമേട്ടൻ, മറ്റ് അഭിവന്ദ്യരെ, പ്രിയപ്പെട്ടവരെ, അഖില കേരള തന്ത്രസമാജത്തിൻ്റെ ഉത്തരമേഖലയെ സംഘടിപ്പിക്കുന്ന ഈ യജ്ഞത്തിന് എല്ലാ അഭിവാദ്യങ്ങളും, ഒപ്പം ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും നിങ്ങളെ അറിയിക്കും. മറ്റൊരു സമാധാനം തോന്നിയത് ഈ ശ്രീരാമേട്ടൻ്റെ ചൂണ്ടയിൽ കുരുങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇതേപോലെ പെട്ട ഒരാളാണ് ഞാൻ. അത് കുരുക്കഴിക്കാൻ നോക്കും തോറും കൂടുതൽ അതെ, ഞാൻ ഒരു പൂജാ പഠിതാവായിരുന്നു. 4ാം ഗ്രൂപ്പിൽ പൂജാപഠനത്തിൻ്റെ 4ാം ഗ്രൂപ്പിൽ പൂജാപഠനവുമായിട്ട് ചേർന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ഇന്നും ഹരിയേട്ടനോട് പറഞ്ഞു അത് മുഴുവനാക്കണമെന്നുണ്ട്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഞാനത് ചെയ്യും. പൊതുവെ നമ്മൾ കോവിഡ് കാലത്തെക്കുറിച്ച് നമ്മളൊരുപാട് ആശങ്കകളുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ വളരെ ഭീകരമാണ്, ഒക്കെ ശരിയാണ്. പക്ഷെ ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു കോവിഡ് കാലം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുമായിരുന്നു എന്നുള്ളൊരു സംശയം. ഓൺലൈൻ മീറ്റിങ്ങുകളുടെ ഒരു സാധ്യതകൾ ഇത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തുമായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ നമ്മളിതൊക്കെ ഒരുപക്ഷെ ഇതെല്ലാം നമുക്ക് ഇത്രയും പരിചിതമായി മാറുമായിരുന്നു. പക്ഷെ എന്തായാലും അതിന് കാരണം കോവിഡ് മാത്രമാണ്. ഇത് ഞാൻ മുമ്പ് മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സത്യത്തിൽ അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടിയ ഒരാളാണ്. അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രൊഫഷണത്തിനിടയ്ക്ക് പൂജ പഠിക്കാനായിട്ട് മാറ്റിവെക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയം. എന്തായാലും അത് സാധിച്ചു. അത് ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പൊതുവിൽ നമ്മൾ നമ്പൂതിരിമാരുടെ ഞാൻ ആലോചിച്ചപ്പോൾ ഈ നമ്പൂതിരിമാരെ ആലോചിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ആയുർവേദത്തിൻ്റെ ഒരു സ്വാധീനം, നമ്പൂതിരിമാരിലുള്ള ആയുർവേദത്തിൻ്റെ ഒരു സ്വാധീനം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ 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 ആഴത്തിലുള്ളതാണ്. ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്, പല കാരണങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ മുമ്പ് സൂചിപ്പിച്ച രീതിയിലുള്ള നമ്മളുടെ ഒരു ആചാര അനുഷ്ഠാനങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഒരു ശാസ്ത്രമുണ്ട്. അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ള ഒരു സംഗതിയുണ്ട്. അത് പൗരാണിക ശാസ്ത്രങ്ങൾ, ഭാരതീയ ദർശനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള എല്ലാ ശാസ്ത്രശാഖകളിലും അത് ഒരേപോലെ തന്നെയാണ്. അത് ആയുർവേദം എടുത്താലും ജ്യോതിഷം എടുത്താലും മറ്റേത് ശാസ്ത്രം എടുത്തു കഴിഞ്ഞാലും ഇതിലൊക്കെ ഒരു പരസ്പര ബന്ധമുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതിൽ ഒരുപാട് വിഷയങ്ങൾ, പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരവും അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ശാസ്ത്രീയ അടിത്തറയോടുകൂടി സ്വരൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു സുചിന്തിതമായ പദ്ധതിയുടെ ഭാഗമായിട്ട് പല മേഖലകളിലേക്ക് തിരിഞ്ഞു പോയിട്ടുള്ള ഒരു വളരെ കൃത്യമായ അടിസ്ഥാനത്തോട് കൂടിയിട്ടുള്ളൊരു ശാസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങൾക്കൊക്കെയും തന്നെ ശാസ്ത്രീയമായ ഒരു അടിത്തറയുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പണ്ടത്തെ കാലത്തൊക്കെ സംസ്കൃതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്കൃത പണ്ഡിതന്മാരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം തന്നെ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള അഷ്ടാംഗ ഹൃദയമാണ്. അത് സാമാന്യനെ എല്ലാവരും പഠിക്കാറുള്ള ഒരു പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായിട്ട് ഒരു ടെക്സ്റ്റ് പഠിക്കുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഒരു സ്വാധീനം തുടർന്നുള്ള ജീവിതത്തിലെല്ലാം പ്രകടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.
ഇപ്പൊ നമ്പൂതിരിമാരുടെ ഒരു ആചാരം നോക്കിക്കഴിഞ്ഞാൽ ഈ ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം തന്നെ സംഘഹൃദയത്തിൽ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന പല കാര്യങ്ങളുമായിട്ടും വളരെ അല്ലെങ്കിൽ പല കാര്യങ്ങളും അതേ രീതിയിൽ തന്നെയാണ് പിന്തുടർന്നു വരുന്നത്. അതിൽ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ടാവാം, അതിൽ ഒരു പക്ഷേ നമുക്ക് ഹിതകരമല്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പൗരാണിക ശാസ്ത്രമാണ് ഇത്രയും വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ളത് കൊണ്ട് അതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസ് എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മളൊരു 20 വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 20 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറ നോക്കിക്കഴിഞ്ഞാൽ തികച്ചും ഭിന്നമായ ടേസ്റ്റും ഒക്കെയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ടേസ്റ്റുകളെല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരു 20 വർഷം മുമ്പത്തെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50 വയസ്സ് എത്തിയിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഒരു താല്പര്യങ്ങൾ, അവരുടെ ഒരു സമ്പ്രദായങ്ങൾ അതുമായിട്ട് വളരെ ഭിന്നമാണ് ഇന്നത്തെ തലമുറയുടെ രീതികൾ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഒരു അടിസ്ഥാനം എന്ത് എന്നുള്ളത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ ഉന്നതികളെ വേണ്ട രീതിയിൽ പരിപോഷിപ്പിക്കുന്ന, പുനരുജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള അഖില കേരള തന്ത്ര സമാജത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ എല്ലാം മംഗളകരമായി തീരട്ടെ. എല്ലാത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.